ലോകം വളരെ വലിയൊരു ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ? അന്താരാഷ്ട്ര വിപണിയിൽ ഗോതമ്പിനും അരിക്കുമൊക്കെ വില കുതിച്ചുരുകയാണ്. ഒരു വശത്ത് എൽ നീനോ പ്രതിഭാസം ഉണ്ടാക്കുന്ന കാലാവസ്ഥ വ്യതിയാനം, മറുവശത്ത് ഇറാൻ യുദ്ധം പോലുള്ള അന്താരാഷ്ട്ര സംഘർഷങ്ങൾ. ആഗോളതലത്തിൽ ധാന്യ ഉൽപ്പാദനം വൻതോതിൽ കുറയുമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ വളരെ നിശബ്ദമായി ഒരു വലിയ നീക്കം നടത്തുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ധാന്യശേഖരം കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ദി വയർ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയിൽ സംഭരണ രംഗത്ത് വൻ തോതിലുള്ള സ്വകാര്യവൽക്കരണമാണ് നടക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇത് സാധാരണക്കാരായ നമ്മുടെ ജീവനെ എങ്ങനെ ബാധിക്കും? ആദ്യം നമുക്ക് ആഗോള വിപണിയിൽ കണക്കുകൾ നോക്കാം. 2026 തുടക്കം മുതൽ ആഗോളതലത്തിൽ ഗോതമ്പ് വിലയിൽ ഏകദേശം 30% വർധനമാണ് രേഖപ്പെടുത്തിയത്. റഷ്യ, ഉക്രൈൻ, ചൈന തുടങ്ങിയ വൻകിട ഉത്പാദക രാജ്യങ്ങളിലൊക്കെ കൃഷിയും വിപണിയെയും പ്രതിസന്ധികൾ ബാധിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഉത്പാദനം കാൽഭാഗത്തോളം കുറയുമെന്നാണ് കണക്കാക്കുന്നത്. ഇനി ഇന്ത്യയുടെ കാര്യമെടുത്താലോ, കടുത്ത ചൂടുകാറ്റും വളദൗർലഭ്യവും കൃത്യമായ മഴയില്ലാത്തതും കാരണം നമ്മുടെ രാജ്യത്ത് റബി വിളവെടുപ്പിന് ഇത് സാരമായി ബാധിക്കും. തായ്ലാന്റ്, വിയറ്റ്നാം, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അരിവില ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. ചുരുക്കത്തിൽ ലോകം മുഴുവൻ വരാനിരിക്കുന്ന ഭക്ഷ്യക്ഷാമത്തെ ഭയപ്പെടുകയാണ്. ഈ സമയത്താണ് ഇന്ത്യയിൽ വളരെ നിർണായകമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് രാജ്യം കണ്ട ഏറ്റവും വലിയ കർഷക സമരങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, അല്ലെങ്കിൽ അവശ്യ സാധന നിയമത്തിലെ ഭേദഗതി. സ്വകാര്യ കമ്പനികൾക്ക് എത്ര വേണമെങ്കിലും ധാന്യങ്ങൾ വാങ്ങി കൂട്ടിവെക്കാനുള്ള അനുമതി നൽകലായിരുന്നു അതിന്റെ ലക്ഷ്യം. കർഷകരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ആ നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. എന്നാൽ നിയമങ്ങൾ പിൻവലിച്ചെങ്കിലും സർക്കാർ മറ്റൊരു വഴിയിലൂടെ ഈ ലക്ഷ്യം നടപ്പിലാക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്വന്തമായി പൊതുസംഭരണശാലകൾ നിർമ്മിക്കുന്നതിന് പകരം ഹബ് ആൻഡ് സ്പോക്ക് സൈലോ പദ്ധതി പ്രകാരം വൻകിട സ്വകാര്യ കമ്പനികൾക്ക് ധാന്യ സംഭരണത്തിലുള്ള കരാറുകൾ നൽകി. ഏകദേശം 16,500 കോടി രൂപ ഈ വൻ പദ്ധതിയിൽ ആകെ അനുവദിച്ച 135 സൈലുകളിൽ 110 സ്വന്തമാക്കിയത് 2 സ്വകാര്യ കമ്പനികളാണ്, അദാനി അഗ്രി ലോജിസ്റ്റിക്സും ലീപ് ഇന്ത്യയും. അതായത് രാജ്യത്തെ ഏകദേശം 46 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളുടെ സൂക്ഷിപ്പുകാരും നിയന്താക്കളും ഇനി സ്വകാര്യ കോർപ്പറേറ്റുകളാണ്. സർക്കാർ പറയുന്നു ഇത് സംഭരണശേഷി കൂട്ടാനുള്ള, ധാന്യങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാനുള്ള ആധുനികവൽക്കരണമാണെന്ന്. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ അപകടം എന്താണ്? പണ്ട് കടുത്ത വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സർക്കാർ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് ധാന്യങ്ങൾ വിപണിയിലിറക്കി വില നിയന്ത്രിക്കുമായിരുന്നു. റേഷൻ സംവിധാനം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ വിപണി നിയന്ത്രിക്കുന്ന വലിയൊരു പങ്ക് ധാന്യശേഖരം സ്വകാര്യ മുതലാളിമാരുടെ കൈകളിലെത്തുമ്പോൾ ലാഭം മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. ഒരു ആഗോള ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാകുന്ന സമയത്ത് ധാന്യങ്ങളുടെ നിയന്ത്രണം സർക്കാരിനേക്കാളും കർഷകരെക്കാളും കൂടുതൽ ഈ സ്വകാര്യ വ്യാപാരികളുടെയും കോർപ്പറേറ്റുകളുടെയും കൈകളിലായിരിക്കും. അവർക്ക് വിപണിയിലെ വില തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉയർത്താനും താഴ്ത്താനും ഇത് അവസരമൊരുക്കും. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ജീവൻ നിലനിർത്താൻ സൗജന്യ റേഷനോ കുറഞ്ഞ വിലയ്ക്കുള്ള ഭക്ഷ്യസാധനങ്ങളുമാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. ഇന്ത്യയുടെ ഭക്ഷണത്തിനുള്ള അവകാശം വലിയൊരു ഭീഷണിയിലാണ്. ഒരു വശത്ത് കാലാവസ്ഥ വ്യതിയാനം കാരണം ഉത്പാദനം കുറയുന്നു, മറുവശത്ത് അത് പൂഴ്ത്തിവെക്കാനും നിയന്ത്രിക്കാനും കോർപ്പറേറ്റുകൾക്ക് അധികാരം ലഭിക്കുന്നു. ഇത് വെറും കർഷകരുടെ മാത്രം പ്രശ്നമല്ല. നാളെ വിപണിയിൽ അരി വാങ്ങാൻ ചെല്ലുന്ന ഓരോ സാധാരണക്കാരനെ പോക്കറ്റ് ചോർത്തുന്ന, അവരുടെ അടുക്കള പൂട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വികസനത്തിന്റെയും ആധുനികവൽക്കരണത്തിന്റെയും പേരിൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലകൾ ഇങ്ങനെ നിശബ്ദമായി സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ നമ്മൾ ജനങ്ങൾ കണ്ണു തുറന്നിരിക്കേണ്ടതുണ്ട്. കാരണം ഇത് വിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആഹാരമാണ്, നമ്മുടെ സുരക്ഷയാണ്.